ഹലോ ഫ്രണ്ട്സ്, എന്നോട് ഒന്ന് രണ്ട് പേര് തംബ്നെയിൽ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എങ്ങനെയാണ് തംബ്നെയിൽ എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ വീഡിയോയില് തംബ്നെയിലിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് ഞാനും മനസ്സിലാക്കി വരുന്നത്. ഇപ്പോഴും ഞാൻ തംബ്നെയിൽ എങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആക്കി എഡിറ്റ് ചെയ്യാം എന്നുള്ളത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ അറിവ് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നമ്മൾ തംബ്നെയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു വീഡിയോ നമ്മൾ എത്ര നന്നായിട്ട് ചെയ്താലും അതിന്റെ തമ്പനയിൽ നമ്മൾ മോശമാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ അത് കാണില്ല. അതിന്റെ വ്യൂസ് കുറവായിരിക്കും, അതിന്റെ CTR കുറവായിരിക്കും. ഇപ്പൊ നമ്മൾ നമ്മുടെ വീഡിയോയില് തമ്പനയിൽ നല്ല ബെറ്റർ ആക്കി ആളുകൾക്ക് അത് കണ്ടാ ക്ലിക്ക് ചെയ്യാൻ തോന്നണം. ആ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ CTR കൂടും, അതുവഴി നമുക്ക് വ്യൂസും കൂടും. എങ്ങനെ നമുക്ക് തമ്പനയിൽ ബെറ്റർ ആക്കി കൊടുക്കാം? അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മെയിൻ ആയിട്ട് നമ്മൾ തമ്പനയിൽ യൂസ് ചെയ്യുന്ന വേർഡ്സും അതുപോലെ അതിൽ യൂസ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ക്ലിക്ക് ചെയ്യാൻ തോന്നണം. നമ്മൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി ഉള്ള ഇമേജ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ തമ്പനയിൽ എഴുതുമ്പോൾ വേർഡ്സ് ഒക്കെ നല്ല വലിപ്പത്തില് ആളുകൾക്ക് കണ്ടാൽ വായിക്കാൻ തോന്നുന്ന രീതിയിൽ എഴുതണം. ചിലപ്പോൾ നമ്മൾ തമ്പനയിലൊക്കെ എഴുതുമ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ ചെറുതാക്കി കുഞ്ഞു അക്ഷരത്തിൽ ആർക്കും വായിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ എഴുതി വെക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആ തമ്പനയിൽ നമ്മൾ എന്താണ് എഴുതുന്നത് അത് എല്ലാവർക്കും വായിക്കാൻ പറ്റണം. അപ്പൊ വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഷോർട്ട് ആൻഡ് അട്രാക്റ്റീവ് ആയിട്ട് എഴുതാൻ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്സ്റ്റിന്റെ കളറ്, ഫോണ്ട്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2 വീഡിയോയില് ഞാൻ എങ്ങനെയാണ് തമ്പനയിൽ കൊടുത്തതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാൻ തമ്പനയിൽ എഡിറ്റ് ചെയ്യാനായിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത് ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. അപ്പൊ നമ്മൾ ആദ്യം ക്യാൻവ ഓപ്പൺ ചെയ്യാം. ഈ ക്യാൻവയിൽ തന്നെ നമുക്ക് ഒരുപാട് തമ്പനയിൽ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത വ്ളോഗ് യൂട്യൂബ് തമ്പനെയിൽസ് അടിച്ചു നോക്കിയാൽ ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിലേതെങ്കിലും ചൂസ് ചെയ്തിട്ട് അതിൽ നമ്മുടെ ഇമേജും നമ്മുടേതായ രീതിയിലുള്ള ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്തിട്ട് ചേഞ്ച് വരുത്തി യൂസ് ചെയ്യാം. ഇതിൻ്റെ ഫ്രീ വേർഷനിൽ തന്നെ ഒരുപാട് കാണിക്കുന്നുണ്ട്. നമ്മൾ അത് പേ ചെയ്തെടുക്കുകയാണെങ്കിൽ, പ്രീമിയം ആണെങ്കിൽ കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ നോർമലായിട്ട് ഇതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ തൽക്കാലത്തേക്ക്. നോർമലായിട്ട് സിമ്പിളായിട്ടൊരു തമ്പനെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ടൊരു ക്രിയേറ്റ് ന്യൂ യൂട്യൂബ് തമ്പനെയിൽ എടുത്തു. ഇതിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള ഇമേജ് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗാലറി ക്ലിക്ക് ചെയ്തു. ഇതിൽ എനിക്ക് ആവശ്യമുള്ള ഒരു ഇമേജ് ഞാൻ അതിൽ കോപ്പി ചെയ്തു. ഇനി ഈ ഇമേജ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ഇമേജ് ആസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ആ ഇമേജ് ഫുള്ള് ഇതിൽ വരും. അതല്ലെങ്കിൽ ഇവിടെ റീപ്ലേസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് സെലക്ട് ചെയ്താലും മതി. അപ്പോഴും ആ ഒരു ഇമേജ് ആ ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ വരും. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇമേജിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കുവാണ്. അതായത് നമുക്ക് അതിൻ്റെ ബ്രൈറ്റ്നെസ്സും അതുപോലെ കോൺട്രാസ്റ്റ്, സാച്ചുറേഷൻ, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഒന്ന് കൂട്ടി കൊടുക്കാം. വേണമെങ്കിൽ കൂട്ടിയോ കുറച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം ഇത്ര അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഫിൽറ്റർ വേണമെങ്കിൽ നമുക്ക് ഫിൽറ്ററും യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഫിൽറ്റർ യൂസ് ചെയ്യണമെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ അതും യൂസ് ചെയ്യാം. ഞാൻ ഈ ഒരു ഫിൽറ്റർ എടുത്തിട്ട് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ഞാൻ കുറച്ച് കൊടുക്കുകയാണ്. ഇനി അടുത്തത് ഇതിലേക്ക് ഞാൻ ഒരു ഇമേജും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഗാലറിയിൽ നിന്ന് എടുത്ത് ഈ ഒരു ഇമേജാണ് എടുക്കുന്നത്. പക്ഷേ ഈ ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഫുൾ ഇമേജ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ മാത്രം കട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നോക്കാം. നമുക്ക് ആ ഒരു ഇമേജ് എടുത്ത് അതിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് സാംസങ് ഫോണിൽ. അപ്പോൾ സാംസങ് ഫോണാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതിങ്ങനെ എടുത്ത് ഇവിടെ സേവ് ആസ് ഇമേജ് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്കൊരു ആപ്പ് യൂസ് ചെയ്യാം. അഡോബ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ഇമേജ് ആണോ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് കിട്ടും. അതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതാ ഒരു ഇമേജ് വന്നു. അപ്പോൾ ഈ ഒരു ഇമേജ് എടുത്തിട്ട് ഇതിവിടെ കോപ്പി ചെയ്യാം. നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ കൊണ്ട് കോപ്പി ചെയ്യാം. ഇനി ഇതിലും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാം. ഷാർപ്പ്നെസ്സും കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇതിൽ ആവശ്യമുള്ള രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാം. ഈ ഇമേജിൽ നമുക്ക് എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ ഞാൻ ആദ്യം സ്മൂത്ത് സ്കിൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫേസൊക്കെ കുറച്ചും കൂടി സ്മൂത്തായിട്ട് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഔട്ട്ലൈൻ വേണമെങ്കിൽ ഔട്ട്ലൈൻ കൊടുക്കാം, ഷാഡോ വേണമെങ്കിൽ ഷാഡോ കൊടുക്കാം.
ഇനി അതിൽ ഔട്ട്ലൈൻ എടുക്കുവാണ്. അപ്പോൾ ഈ ഔട്ട്ലൈനിൻ്റെ കളർ നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് ഔട്ട്ലൈൻ എടുക്കുവാണ്. ഇനി അതിൻ്റെ സൈസ് ഞാൻ കുറച്ച് ചെറുതാക്കി കൊടുക്കുകയാണ്. ഇതാ, അപ്പോൾ ഇതും നമുക്ക് കറക്റ്റായി. ഇനി നമുക്ക് എന്താണോ ടെക്സ്റ്റ് വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബുഫേ ഇൻ അമേരിക്ക എന്നാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫോണ്ട് സൈസ് കൂട്ടി കൊടുക്കാം. ഫോണ്ട് വേണ്ട ഏതാണെന്ന് വെച്ചാൽ അതും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫോർമാറ്റ് നമുക്ക് എല്ലാം ക്യാപിറ്റൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഞാനിത് കളർ എടുക്കുന്നത് വൈറ്റ് കളറാണ്. അതിനുശേഷം ഇതിൽ എഫക്ട്സിൽ ഞാൻ ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഔട്ട്ലൈനിൽ നമുക്ക് കളർ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്യുന്ന കളറ് ഈ ഒരു കളറാണ്. അതിനുശേഷം ഞാൻ അതിൻ്റെ ഒരു തിക്നെസ് ഞാൻ കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ഈ തമ്പനയിൽ കൊടുക്കുമ്പോൾ നമ്മൾ എഴുതുന്ന ടെക്സ്റ്റ് നമ്മൾ നല്ല വലുതായിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ നമുക്ക് ആളുകൾക്ക് അത് വായിക്കാൻ പറ്റുള്ളൂ. അതുപോലെ അതിൽ യൂസ് ചെയ്യുന്ന കളറും നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ഏകദേശം ഇതേ ഫോണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിന്നെയും ടൈപ്പ് ചെയ്യാനുള്ള മടിക്ക് ഞാൻ ഇവിടെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാനിതിൽ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അമേരിക്ക എന്നടിച്ചു കൊടുക്കുകയാണ്. എനിക്ക് കളർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ ഞാൻ കളർ എടുത്തിട്ട് യെല്ലോ ആക്കുകയാണ്. പിന്നെ ഔട്ട്ലൈനിൻ്റെ കളറും എനിക്ക് ചേഞ്ച് ചെയ്യണം. ഔട്ട്ലൈനിലെ കളറ് ബ്ലാക്ക് ആക്കുകയാണ്. എന്നിട്ട് ഞാനിത് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കുവാണ്. അതിൻ്റെ സൈസും ഞാൻ ഒന്ന് ചെറുതാക്കി കൊടുക്കുവാണ്. ഫോണ്ട് സൈസ് ഓക്കെ. ഇനി നമുക്കത് എവിടെയാണ് വേണ്ടതെന്നുള്ള പൊസിഷനൊക്കെ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്യാനായിട്ട്. ഈ സ്പേസിങ്ങിലും നമുക്ക് വേണമെങ്കിൽ ലെറ്റർ സ്പേസിങ് കൂട്ടി കൊടുക്കാം. അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. ഇനി ഇതിൽ നമുക്ക് ഇവിടെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് പല ഷേപ്സ്, നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. എന്തെങ്കിലും ഇമേജ്, ഷേപ്സ്, അല്ലെങ്കിൽ ഫോട്ടോയുടെ ഫ്രെയിം, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇവിടെ നിന്ന് കിട്ടും. അപ്പം ഞാൻ ഈ ഒരു ഷേപ്സ് എടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ കളറ് വൈറ്റ് ആക്കുകയാണ്. ഔട്ട്ലൈൻ കളർ ഞാൻ റെഡ് ആക്കുകയാണ്. പിന്നെ ഫോണ്ട് സൈസ് ഞാൻ കുറച്ചു. എന്നിട്ട് ഞാൻ അതെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇതിലിങ്ങനെ റൊട്ടേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിങ്ങനെ ക്ലിക്ക് ചെയ്ത് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് ചെറുതായിട്ട് കിട്ടും. ഞാൻ കുറച്ച് കൂട്ടിയിട്ട് ഈ 25 അവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഫോണ്ട് സൈസ് കുറച്ച് കൂട്ടി കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ നമുക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഷേപ്പ് നമ്മുടെ ഫോട്ടോയുടെ ഫ്രണ്ടിലായിട്ട് വന്നു. അപ്പോൾ അത് നമുക്ക് ഫോട്ടോയുടെ ബാക്കിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ ലേയേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ലേയേഴ്സിൽ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തത്. ഇനി ഇത് സേവ് ചെയ്യാനായിട്ട് ഇവിടെ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാവും. ഇനി ഇതിൽ മലയാളം ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു ആപ്പാണ് യൂസ് ചെയ്തത്. അതൊരു പെയ്ഡ് ആപ്പാണ്, ഒരു പെയ്ഡ് മലയാളം ആപ്പാണ്. അപ്പോൾ ആ ഒരു ആപ്പ് ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ഞാൻ ഇമേജ് സെലക്ട് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഇമേജ് ഇവിടെ കോപ്പി ചെയ്യുവാണ്. അതിനുശേഷം ഇതിൽ ടെക്സ്റ്റിൽ നമുക്ക് മലയാളം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മലയാളം ആഡ് ചെയ്ത് കൊടുക്കാം.
അതിലും നമുക്ക് അതിൻ്റെ കളറും നമ്മൾ ക്യാൻവയിൽ ചെയ്യുന്ന പോലെ നമുക്ക് കളറ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ക്യാൻവയിൽ നമുക്ക് മലയാളം ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇല്ല. മലയാളം ഫോണ്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മൾ പ്രീമിയം സബ്സ്ക്രൈബർ ആണെങ്കിൽ അതിൽ നമുക്ക് ഫോണ്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ തൽക്കാലത്തേക്ക് പറ്റാത്ത കാരണമാണ് ഞാൻ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് മലയാളം നല്ല അട്രാക്റ്റീവായിട്ട് കൊടുക്കാനുള്ള ഒരുപാട് ഫോണ്ട് ഉണ്ട്. പിന്നെ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആപ്പിനെ പറ്റി പറയാനുണ്ട്. അപ്പോൾ അത് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും കേട്ടോ. ഇതിലും നമുക്കിങ്ങനെ ഫോണ്ട് സൈസ് കൂട്ടി കൊടുക്കാം. പിന്നെ ഫോണ്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതിലും നമുക്കത് കാണാവുന്ന രീതിയിൽ കൊടുക്കാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും ഇതുപോലെ ടെക്സ്റ്റ് എഴുതി കൊടുക്കുമ്പോൾ അത് കാണാവുന്ന രീതിയിൽ എന്തെങ്കിലും ഔട്ട്ലൈൻ കൊടുക്കുകയോ അല്ലെങ്കിൽ കാണാവുന്ന രീതിയിലുള്ള കളർ യൂസ് ചെയ്യുക. ആ ഒരു ഇമേജിൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് എടുത്ത് കാണണം, അങ്ങനെയുള്ള കളർ യൂസ് ചെയ്തിട്ട് കൊടുക്കാം. ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എക്സ്പോർട്ട് ചെയ്തിട്ട് ഇത് സേവ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ തമ്പനയിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ഇമേജാണ് ചൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഇമേജ് കണ്ടില്ലേ, ഈ ഇമേജ് കുറച്ച് ഡള്ളാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കളർ എഡിറ്റിൽ കളറും ചൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഈ ഒരു ഇമേജാണ് ആഡ് ചെയ്യാനുള്ളത്. പക്ഷേ ഈ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫുൾ ഇമേജാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഈ ഒരു ഫോട്ടോ മാത്രം മതി. അപ്പോൾ ഞാൻ നേരത്തെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത പോലെ റിമൂവ് ചെയ്തിട്ട് ആഡ് ചെയ്യാണ്. ഈ ഒരു ഇമേജിലൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഈ ഒരു ഭാഗം കട്ടായി പോയി. അപ്പോൾ അതിൽ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചും കൂടി ടുലിപ്സ് ഫ്ലവേഴ്സ് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അത് നമുക്ക് ഗൂഗിളിൽ നമുക്ക് PNG ഇമേജ് സെർച്ച് ചെയ്താൽ നമുക്ക് PNG ഇമേജ് ഒരുപാട് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ടുലിപ്സ് ഫ്ലവേഴ്സ് എടുത്തിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൈസ് ചെറുതാക്കി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ആഡ് ചെയ്യുന്നുണ്ട്. മാച്ച് ആവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എടുത്തിട്ട് ഇവിടെയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിവിടെ കറക്റ്റായി. ഇനി ഈ ഫോട്ടോയിൽ ഞാൻ കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കണം. നമുക്ക് ഫിൽറ്റർ വേണമെങ്കിൽ ഫിൽറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ രീതിയിൽ ഫിൽറ്റർ കൊടുക്കുന്നുണ്ട്. ഇതിലുണ്ടായിരുന്ന മലയാളം ടെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പിൽ ചെയ്തതാണ്. അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചെയ്യാൻ പറ്റും. ഇതിന് നമുക്ക് ഒരുപാട് ഫോണ്ട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇതിൻ്റെ കളറ് ഞാൻ വൈറ്റ് കൊടുത്തു, കുറച്ച് കൂട്ടി കൊടുത്തു. ഇനി ഇതിൽ ഞാനൊരു ബ്ലർ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അത് സേവ് ചെയ്തു. പിന്നെ മലയാളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആപ്പിൽ മലയാളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പല ഫോണ്ട് ഉണ്ട് കേട്ടോ. പല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോണ്ട് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് പിന്നെ അതിന് നമ്മൾ ഷാഡോയും പിന്നെ സ്ട്രോക്കൊക്കെ കൊടുത്ത് ബോർഡറൊക്കെ കൊടുത്ത് കാണാവുന്ന രീതിയിൽ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു തമ്പനെയിലിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിക്കാൻ സാധിച്ചത്. സാപ്പ് സ്റ്റോക്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനെ പറ്റി ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സാബിർ ഖാന്റെ തമ്പനെയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് എനിക്ക് എന്റെ തമ്പനെയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റിയത്. ചാനലിന്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. ഇതുകൂടാതെ എഡിറ്റിംഗ് ക്ലാസ്സും അതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ആൾക്കൊരു ഗ്രൂപ്പും ഉണ്ട്. ഈ ഒരു ചാനൽ വളരെ ജെന്യുവൻ ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചാനലിന്റെ കാര്യം ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, നമ്മൾ തമ്പനെയിൽ മാത്രം ബെറ്റർ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വ്യൂസ് കാര്യങ്ങളൊക്കെ വരുമോന്ന്. അതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ തമ്പനെയിൽ ബെറ്റർ ആക്കുന്നതിനോടൊപ്പം നമ്മുടെ വീഡിയോ ക്വാളിറ്റി നന്നാവണം. അതുപോലെ തന്നെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാനും പറ്റണം. കൺസിസ്റ്റൻസി പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കിപ്പോ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അത്ര ഇടാൻ പറ്റാറില്ല, എന്റെ സാഹചര്യം കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ വീഡിയോ നല്ല ക്വാളിറ്റിയിൽ എടുക്കുക, അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ട് തമ്പനെയിൽ കൊടുക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുക ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സക്സസ് ആവും. അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ്.
തമ്പനെയിലായിട്ട് ബന്ധപ്പെട്ട ഒരുവിധം ഡൗട്ടൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക. ഇനി ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.